ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ്. 2008 നവംബർ 26 മുതൽ 29 വരെയുള്ള 3 ദിവസങ്ങൾ ഓരോ ഇന്ത്യക്കാരനും ഭീതിയുടെ മുൾമുനയിൽ നിന്ന മണിക്കൂറുകൾ. നമ്മുടെ ഇന്ത്യയുടെ വാണിജ്യ വ്യാവസായിക തലസ്ഥാനമായ മുംബൈ നഗരത്തിൽ പാകിസ്ഥാനിൽ നിന്നും കടൽ കടന്നെത്തിയ ഭീകരർ നടത്തിയ 10ഓളം വരുന്ന ഭീകരർ നടത്തിയ നരനായാട്ടിന്റെ ശരിക്കുള്ള സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത്. അപ്പോൾ മുംബൈ ഭീകരാക്രമണത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. മുംബൈ ഭീകരാക്രമണം നടക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് പാകിസ്ഥാനിലെ മുസാഫറാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു ഭീകരവാദ ക്യാമ്പ് നടക്കുന്നു. ആ ക്യാമ്പിൽ നിന്നും ഇവർ 10ഓളം ചെറുപ്പക്കാരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് പ്രത്യേക ട്രെയിനിങ് നൽകുകയും ചെയ്തു. ഈ ട്രെയിനിങ് ലഭിച്ച 10 ഭീകരരാണ് മുംബൈ ഭീകരാക്രമണത്തിനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇവരുമായിട്ട് നവംബറിൽ 24-23 ദിവസങ്ങളിലായിട്ട് ഇവർ കറാച്ചി തുറമുഖത്ത് നിന്ന് യാത്ര തിരിക്കുന്നു. അങ്ങനെ കറാച്ചി തുറമുഖത്ത് നിന്ന് യാത്ര തിരിച്ച ഈ ഭീകര സംഘം മുംബൈ തീരത്തേക്ക് അടുക്കുന്നതിന് ഏകദേശം തൊട്ട് മുമ്പായിട്ട് MV കുബേർ എന്നറിയപ്പെടുന്ന ഒരു മത്സ്യബന്ധന ബോട്ട് കാണും. അങ്ങനെ ഇവർ ഈ ബോട്ടിനടുത്ത് എത്തുകയും ബോട്ടിലുണ്ടായിരുന്ന 4 മത്സ്യബന്ധന തൊഴിലാളികളെ വകവരുത്തുകയും അതിന്റെ ക്യാപ്റ്റനായിരുന്ന അമർ സിംഗ് സോളങ്കി എന്ന് പറയുന്ന ആളുമായിട്ട് മുംബൈ തീരത്തേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ഏകദേശം 4 നോട്ടിക്കൽ മൈൽ അകലെ എത്തിയപ്പോൾ, മുംബൈ തീരത്ത് നിന്നും 4 നോട്ടിക്കൽ മൈൽ അകലെ എത്തിയപ്പോൾ ഇവർ അമർ സിംഗ് സോളങ്കിയെയും വധിച്ച് ആ ബോട്ട് അവിടെ ഉപേക്ഷിച്ചു. പിന്നീട് ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന ഇൻഫ്ലേറ്റബിൾ ബോട്ടിൽ ഇവര് മുംബൈ തീരത്തേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ഇവരാദ്യം വന്നെത്തുന്നത് മുംബൈയിലെ മച്ചുമാർ നഗർ എന്ന് പറയുന്ന ഒരു തീരത്താണ്. ഈ മച്ചുമാർ നഗർ തീരത്ത് എത്തിയതിനു ശേഷം ഇവർ 6 പേരാണ് ഈ ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അപ്പൊ ഈ ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ ബാക്കി 4 പേര് ഈ ബോട്ടിൽ മടങ്ങി. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഈ മത്സ്യബന്ധന തൊഴിലാളികളും അങ്ങനെയുള്ളവരൊക്കെ ഇത് കാണുകയും ഇവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇവർ കോളേജ് സ്റ്റുഡൻസ് ആണെന്നാണ് അവരോട് പറഞ്ഞത്. അങ്ങനെ അവിടെ ആ 6 പേര് അവിടെ ഇറങ്ങി. ബാക്കി വരുന്ന 4 പേര് ബഡുവാർ പാർക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് പോയി ഇറങ്ങുന്നത്. അവിടെ എത്തിയപ്പോഴും അവിടെയുള്ളവരും ഇവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ഇവരോട് ചോദ്യം ചെയ്തപ്പോൾ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങളെ ചോദ്യം ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി ഇവർ മുന്നോട്ട് പോയി. ഇങ്ങനെയാണ് ഇവര് മുംബൈ തീരത്തേക്ക് എത്തുന്നത്. മുംബൈ തീരത്തെത്തിയ ഭീകരര് 2 പേരടങ്ങുന്ന 5 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പല സ്ഥലങ്ങളിലേക്കായിട്ട് പോയി. അതിൽ ആദ്യത്തെ സ്ഥലം ഇവർ തെരഞ്ഞെടുത്തത് ഛത്രപതി ശിവജി ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. അജ്മൽ കസബ് എന്ന ഭീകരനും അതുപോലെ തന്നെ ഇസ്മായിൽ ഖാൻ എന്ന് പറഞ്ഞ ഭീകരനുമാണ് ഈ ഛത്രപതി ശിവജി ടെർമിനസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. അപ്പൊ ഇന്ന് വരെ ഇന്ത്യയിൽ ആർക്കും കേട്ടറിവോ അല്ലെങ്കിൽ കണ്ടറിവോ ഒന്നും ഇല്ലാത്തൊരു കാഴ്ചയായിരുന്നു 2 ഭീകരർ തോക്കുമായി വന്നതിന് ശേഷം കണ്ണിൽ കാണുന്നവരെ എല്ലാം വെടിവെച്ച് വീഴ്ത്തുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനൊരു കാഴ്ച കണ്ടപ്പോൾ അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് പോലും എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അറിയാണ്ടായിപ്പോയി. അങ്ങനെ ഈ ഭീകരർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം പ്ലാറ്റ്ഫോമിലും അതുപോലെ ട്രെയിനിലും ഇരുന്നവരൊക്കെ നേരെ വെടിയുതിർക്കുകയായിരുന്നു. അങ്ങനെ ഈ വെടിയുതിർത്തിന്റെ ഫലമായിട്ട് 58 നിരപരാധികളായിട്ടുള്ള ആളുകൾക്കാണ് അവിടെ ജീവൻ നഷ്ടപ്പെട്ടത്. അതിൽ തന്നെ 2-3 പോലീസുകാർ ഉൾപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പോലീസുകാരുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ കയ്യിലിരിക്കുന്ന AK-47 തോക്കുകൾക്കും അതുപോലെ തന്നെ ഗ്രനേഡുകൾക്കും മുമ്പിൽ പോലീസുകാരുടെ കയ്യിലുണ്ടായിരുന്ന തോക്കുകൾക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഛത്രപതി ശിവജി ടെർമിനസ് റെയിൽവേ സ്റ്റേഷനിൽ വലിയൊരു ആക്രമണം നടത്തിയ ഈ 2 ഭീകരവാദികൾ അവിടെ നിന്ന് നേരെ പോകുന്നത് തൊട്ടടുത്തുള്ള കാമ ആശുപത്രിയിലേക്കാണ്. അപ്പൊ ഈ കാമ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ഒരു ഫ്ലൈ ഓവറിലൂടെ കയറി അവർ പോകുന്ന വഴിയിൽ കാണുന്ന പെട്ടിക്കടകള്, അതുപോലെ തന്നെ വഴിയിൽ കാണുന്ന വാഹനങ്ങള്, വഴിയിൽ കൂടെ പോകുന്ന ആൾക്കാര്, ഇവർക്കൊക്കെ നേരെ ഇവർ വെടിയുതിർക്കുന്നുണ്ട്. അങ്ങനെയും കുറെ പേർക്ക് അവിടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ കാമ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം അവിടുത്തെ വാച്ച്മാനായിട്ടുള്ള ഒരു സെക്യൂരിറ്റിയെ കൊലപ്പെടുത്തിയ ശേഷം ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന കുറെ ആളുകളെ കൂടെ വധിച്ചു. അന്ന് ഈ ഒരു ഭീകരവാദികളെ നേരിടാൻ വേണ്ടി കുറെ പോലീസുകാരും കൂടെ ഈ കാമ ആശുപത്രിയിൽ ഇവരുടെ പുറകെ എത്തിയിരുന്നു. അതിൽ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ആ കാമ ആശുപത്രിയിൽ വെച്ച് കൊല്ലപ്പെടുകയുണ്ടായി. കാമ ആശുപത്രിയിലെ ആക്രമണം കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കസബിനും കൂട്ടാളിയായിട്ടുള്ള ഇസ്മായിൽ ഖാനും ഒരു വാഹനം ആവശ്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവര് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം വാഹനം തപ്പി നടക്കുമ്പോഴാണ് ഒരു പോലീസ് വാഹനം കടന്നു വരുന്നത് കണ്ടത്. ഈ പോലീസ് വാഹനം കടന്നു വരുന്നത് കണ്ട് ഇവര് പോലീസ് വാഹനത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അന്ന് ഈ പോലീസ് വാഹനത്തിന് നേരെ വെടിയുതിർക്കുമ്പോൾ ഈ പോലീസ് വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് അന്നത്തെ മുംബൈ പോലീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള ഹേമന്ത് കാർക്കറെ, അശോക് ഖാംഡെ, അതുപോലെ തന്നെ വിജയ് സലസ്കർ എന്നിവരായിരുന്നു. ഇവരെ കൂടാണ്ട് 2 കോൺസ്റ്റബിൾമാരും ഈ ഒരു പോലീസ് വാഹനത്തിലുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വെടിവെപ്പിന്റെ ഫലമായിട്ട് വിജയ് സലസ്കർ, അശോക് ഖാംഡെ, അതുപോലെ തന്നെ ഹേമന്ത് കർക്കറെ കൂടെ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിളും അവിടെ മരണപ്പെട്ടു. ഈ മരണപ്പെടുന്നതിന് ഇടയിൽ ഒരു കോൺസ്റ്റബിള് വെടിയേറ്റെങ്കിലും അദ്ദേഹം മരണപ്പെട്ടില്ല. പക്ഷെ അദ്ദേഹം മരിച്ചതായിട്ട് അഭിനയിച്ച് ഈ വാഹനത്തിന്റെ പുറകിൽ കിടന്നു.
അങ്ങനെ ഈ മുൻപിലുണ്ടായിരുന്ന മൂന്ന് ഉദ്യോഗസ്ഥരുടെയും മൃതദേഹങ്ങൾ വലിച്ച് റോഡിലിട്ടതിനു ശേഷം കസബും കൂട്ടാളിയായിട്ടുള്ള ഇസ്മയിൽ ഖാനും ഈ വാഹനത്തിൽ യാത്ര തുടർന്നു. അങ്ങനെ യാത്ര ചെയ്യുന്നതിന് ഇടയിൽ ഈ വാഹനത്തിന്റെ ടയർ പഞ്ചറാകുകയും ഇവർ ആ വാഹനം അവിടെ ഉപേക്ഷിച്ചതിനു ശേഷം തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി മറ്റൊരു സ്കോഡ വാഹനം കൈക്കലാക്കുകയും അതിൽ പിന്നെ യാത്ര തുടങ്ങുകയും ചെയ്തു. അപ്പം ഈ പോലീസ് വാഹനത്തില് ജീവൻ നഷ്ടപ്പെടാതെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അത് കോൺസ്റ്റബിൾ, അദ്ദേഹം കൺട്രോൾ റൂമിലേക്ക് വിവരം അറിയിച്ചു, ഇന്ന നമ്പറിലുള്ള സ്കോഡ വാഹനത്തില് അവര് യാത്ര തിരിച്ചിട്ടുണ്ട് 2 ഭീകരര് എന്നുള്ള ഇൻഫർമേഷൻ അദ്ദേഹം കൊടുത്തു. അങ്ങനെ ഇവരെ പോലീസ് സംഘം ബാരിക്കേഡുകൾ വെച്ച് റോഡിൽ വെച്ച് തടഞ്ഞു. അങ്ങനെ റോഡിൽ വെച്ച് ഇവരെ തടയുന്നതിന് ഇടയിൽ അപ്പം പോലീസ് ബാരിക്കേഡിന് മുന്നിലായിട്ട് ഇവരുടെ വാഹനം വന്ന് നിൽക്കുന്നു. അതിനുശേഷം അവിടെ വലിയൊരു വെടിവെപ്പായിരുന്നു പോലീസും ഈ ഭീകരരും തമ്മിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ വെടിവെപ്പ് നടക്കുന്നതിനിടയിൽ ഇസ്മയിൽ ഖാൻ എന്ന് പറയുന്ന ഭീകരനെ അന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വകവരുത്തി. പിന്നീട് ഈ വെടിവെപ്പിന് ഒടുവിൽ ഇവർ 2 ഭീകരരും മരണപ്പെട്ടു എന്ന് കരുതി തുക്കാറാം ഓംഗ്ലെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റബിൾ, മുംബൈ പോലീസിലെ ഒരു കോൺസ്റ്റബിൾ ഈ വാഹനത്തിനടുത്തേക്ക് ചെല്ലുകയും, പക്ഷെ അന്ന് ആ വാഹനത്തിന് അകത്തുണ്ടായിരുന്ന അജ്മൽ കസബ് എന്ന ഭീകരവാദി മരണപ്പെട്ടില്ലായിരുന്നു. അദ്ദേഹം ഈ ഓംഗ്ലെ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർക്കുകയും, ഈ വെടിയുതിർക്കുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ അജ്മൽ കസബിനെ വട്ടം കയറി പിടിക്കുകയും അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് AK-47 തോക്ക് ഉപയോഗിച്ച് കസബ് പലതവണ വെടിവെച്ചെങ്കിലും അദ്ദേഹം ആ പിടിവിടാണ്ട് കസബിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പോലീസുകാർക്കും പരിക്കേൽക്കുകയോ ഒന്നും ചെയ്തുമില്ല. അജ്മൽ കസബ് എന്നൊരു ഭീകരനെ നമ്മുടെ രാജ്യത്തിന് ജീവനോടെ പിടിക്കാനും സാധിച്ചു. അതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പറയുന്ന തുക്കാറാം ഓംഗ്ലെ എന്ന് പറയുന്ന പോലീസുകാരന്റെ ഒരു ധീരത തന്നെയാണ്. അത്രയും വെടിയുണ്ടകൾ, ഒരാളുടെ ദേഹത്തേക്ക് തോക്ക് ചേർത്ത് വെച്ച് അത്രയും വെടിയുണ്ടകൾ ഏറ്റുവാങ്ങുമ്പോഴും അദ്ദേഹം പിടിവിടാണ്ട കസബിനെ ചേർത്ത് പിടിച്ച് വട്ടം പിടിച്ചത് കൊണ്ട് മാത്രം ആണ് മറ്റു കൂടുതൽ അപകടങ്ങൾ അവിടെ ഉണ്ടാകാതെ കസബിനെ നമുക്ക് ജീവനോട് പിടിക്കാൻ വേണ്ടി സാധിച്ചത്. അങ്ങനെ കസബിനെ ജീവനോടെ പിടിക്കാൻ സാധിച്ചതിന്റെ ഫലമായിട്ടാണ് പാകിസ്ഥാനിന് ഇതിനുമേൽ എത്രത്തോളം പങ്കുണ്ടെന്നുള്ള കാര്യം, ഇതിന്റെ മൊത്തം കഥകളും നമ്മുടെ രാജ്യത്തിന് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നത്. അടുത്ത ആക്രമണം നടക്കുന്നത് രാത്രി 9:30 മുംബൈയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ലിയോപോൾഡ് കഫേയിലാണ്. ഒരുപാട് വിദേശികളൊക്കെ അടങ്ങുന്ന സംഘം അവിടെ അന്ന് ഈ ലിയോപോൾഡ് കഫേയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടേക്ക് 2 ടെററിസ്റ്റുകൾ എത്തുന്നത് ഒരു ടാക്സി കാറിലാണ്. ഈ ടാക്സി കാറിൽ അവിടെ എത്തിയ ടെററിസ്റ്റുകൾ ഈ ടാക്സിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ടാക്സിയിൽ ഒരു ബോംബ് സെറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ലിയോപോൾഡ് കഫേയിൽ ഇറങ്ങിയ ഈ 2 ഭീകരർ കഫേയിൽ ഉണ്ടായിരുന്ന വിദേശികളടക്കമുള്ള ആളുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അന്ന് അവിടെ 2 വിദേശികൾ ഉൾപ്പെടെ ഏകദേശം 10-11 പേരോളമാണ് മരണപ്പെട്ടത്. അപ്പൊ ഈ നിരപരാധികൾക്ക് നേരെ വെടിയുതിർത്തതിന് ശേഷം ഇവര് ഈ ലിയോപോൾഡ് കഫേയിൽ നിന്നും പുറത്തിറങ്ങി നേരെ പോയത് താജ് ഹോട്ടലിലേക്കായിരുന്നു. അപ്പൊ ഈ ലിയോപോൾഡ് കഫേയിൽ വെടിവെപ്പ് നടന്നതിന് ശേഷം ഇവര് പുറത്തിറങ്ങി വീണ്ടും വഴിയിൽ കാണുന്നവരെല്ലാം വെടിവെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ വെടിവെപ്പിന്റെ ഭാഗമായിട്ട് ആൾക്കാർ മരണപ്പെടുകയും ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് മുംബൈ നഗരം ഏകദേശം എല്ലാവരും അലേർട്ടായി ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ആദ്യം ആളുകൾ കരുതുന്നത് പതിവായിട്ട് മുംബൈയിൽ നടക്കാറുണ്ടായിരുന്ന ഈ അധോലോക സംഘങ്ങളുടെ ഗാങ് വാർ ആണെന്നാണ് കരുതിയത്. പക്ഷെ ഒരു ഭീകരാക്രമണമാണെന്നുള്ള കാര്യം ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിയത് ഈ ഒരു ആക്രമണത്തിന്റെ ഒരു തോത് വളരെയധികം കൂട്ടിയിരുന്നു. പിന്നീട് ആക്രമണം നടക്കുന്നത് മുംബൈയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള താജ് ഹോട്ടൽ, അതുപോലെ തന്നെ ഒബ്രോയ് ട്രൈഡന്റ് ഹോട്ടൽ, നരിമാൻ ഹൗസ് എന്നീ സ്ഥലങ്ങളിലാണ്. 2 ഭീകരര് ആദ്യം താജ് ഹോട്ടലിലേക്ക് എത്തുകയും അവിടെ റിസപ്ഷനിൽ അതുപോലെ തന്നെ റെസ്റ്റോറന്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന നിരപരാധികളായിട്ടുള്ള ആളുകൾക്ക് നേരെ വെടിയുതിർക്കുകയും ഗ്രനേഡുകൾ എറിയുകയാണ് ചെയ്തത്. ഈ 2 ഭീകരരെ കൂടാണ്ട് ലിയോപോൾഡ് കഫേയിൽ ആക്രമണം നടത്തിയ 2 ഭീകരവാദികൾ കൂടി ഈ താജ് ഹോട്ടലിലേക്ക് എത്തുകയും അവിടെ റൂമിൽ താമസിച്ചിരുന്നവരെ ഓരോ റൂമിലും ഡോറിൽ മുട്ടിയതിനു ശേഷം അവർ പുറത്തിറങ്ങുമ്പോൾ അവരെ വെടിവെച്ച് കൊല്ലുന്നതായിട്ടുള്ള ഒരു വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. അതേസമയം ഒബ്രോയ് ട്രൈഡന്റ് ഹോട്ടലിൽ 42 മണിക്കൂർ നീണ്ട ആക്രമണമായിരുന്നു നടന്നിരുന്നത്. അവിടെയും വിദേശികളടക്കം ഒരുപാട് പേരെ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ കൊന്നൊടുക്കുകയായിരുന്നു 2 ഭീകരവാദികൾ. മറ്റു 2 ഭീകരവാദികൾ പോരുന്നത് ജൂത സമൂഹത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന നരിമാൻ ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു. ഈ നരിമാൻ ഹൗസിലെത്തിയ ഭീകരവാദികൾ അവിടെ ആളുകളെ കൊന്നൊടുക്കിയതിനു ശേഷം കുറെ ആളുകളെ ബന്ദിയാക്കി ഇസ്രായേലിലെ എംബസിയിലേക്ക് അവരെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിച്ചു. ഇത് പിന്നീട് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. കാരണം ഭീകരവാദികൾ അത്രത്തോളം പ്ലാൻഡ് ആയിട്ടാണ് അവിടെ വന്നിരുന്നത് എന്നുള്ളതിന്റെ മറ്റൊരു ഉദാഹരണമായിരുന്നു അവിടെ ബന്ദികളാക്കിയതിനു ശേഷം അവരെ കൊണ്ട് ഇസ്രായേൽ എംബസിയിലേക്ക് ഫോൺ ചെയ്യിപ്പിച്ചത്. അടുത്തത് ഇന്ത്യയുടെ പ്രതിരോധമായിരുന്നു. പ്രതിരോധം തീർക്കാൻ വേണ്ടി ആദ്യം താജ് ഹോട്ടലിലേക്ക് എത്തുന്നത് ഇന്ത്യയുടെ മറൈൻ കമാൻഡേഴ്സ് ആയിട്ടുള്ള മാർക്കോസ് ആയിരുന്നു. മാർക്കോസിന് താജ് ഹോട്ടലിൽ എത്തിയതിനു ശേഷം ഭീകരരെ വധിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഒരുപാട് ആളുകളെ അപ്പോഴേക്കും അവിടെ ബന്ദിയാക്കിയിരുന്നു. അങ്ങനെ നവംബർ 27-ന്
ഇന്ത്യയുടെ ഏറ്റവും വലിയ സൈനിക ഫോഴ്സുകളിൽ ഒന്നായിട്ടുള്ള NSG കമാൻഡോസ് ഈ ദൗത്യം ഏറ്റെടുക്കുന്നു. അങ്ങനെ ഡൽഹിയിൽ നിന്നുള്ള NSG കമാൻഡോ സംഘം മുംബൈയിലേക്ക് യാത്ര തിരിക്കുന്നു. അങ്ങനെ 3 സംഘങ്ങളായിട്ട് ഒബ്റോയ് ട്രൈഡന്റ് ഹോട്ടൽ, താജ് ഹോട്ടൽ, അതുപോലെ തന്നെ നരിമാൻ ഹൗസ് എന്നീ സ്ഥലങ്ങളിലേക്ക് NSG കമാൻഡോസ് എത്തുന്നു. അങ്ങനെ NSG കമാൻഡോസ് എത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫോഴ്സിനെ മാറ്റിയതിനു ശേഷം ഈ ഒരു മൊത്തത്തിലുള്ള ഓപ്പറേഷൻ NSG ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആ ഓപ്പറേഷന് അവരൊരു പേര് വിട്ടിരുന്നു, ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ. മലയാളിയായിട്ടുള്ള മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം താജ് ഹോട്ടലിലേക്ക് പ്രവേശിക്കുകയും താജ് ഹോട്ടലിൽ ബന്ദിയാക്കപ്പെട്ടിരുന്ന കുറെ ആളുകളെ അവരവിടെ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു ആക്രമണത്തിനിടയ്ക്ക് 2 ഭീകരരെ അവിടെ വധിക്കുന്നു. ഈ 2 ഭീകരരെ വധിക്കുന്നതിന് ഇടയിൽ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന് വെടിയേൽക്കുകയും അദ്ദേഹം അവിടെ വീരമൃത്യു വരിക്കുകയും ചെയ്തു. മലയാളികൾക്ക് മാത്രമല്ല ഓരോ ഇന്ത്യക്കാരനും ഒരുപാട് അഭിമാനമായിട്ടുള്ള ഒരാളാണ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ ഫലമായിട്ട് താജ് ഹോട്ടലിൽ ഒരുപാട് ബന്ദിയാകപ്പെട്ടവരെ മോചിപ്പിക്കാൻ വേണ്ടി NSG കമാൻഡോസിന് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മലയാളികൾ അഭിമാനത്തോടുകൂടി തന്നെ കാണേണ്ട മറ്റൊരു കമാൻഡോ ആയിരുന്നു PV മനേഷ്. അദ്ദേഹം ഈ ഒരു ഓപ്പറേഷനിടയ്ക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഇപ്പോഴും നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ കൂടാണ്ട് നരിമാൻ ഹൗസിൽ ഭീകരരെ നേരിട്ടുകൊണ്ടിരുന്ന ഗജേന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു NSG കമാൻഡോയ്ക്കും ഈ ഒരു ആക്രമണത്തിൽ വീരമൃത്യു വരിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ 2 സൈനിക ഉദ്യോഗസ്ഥരെയും ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകളുടെയും ജീവൻ എടുത്ത ഒരു ഭീകരാക്രമണമായിരുന്നു 2008 മുംബൈ ഭീകരാക്രമണം. നവംബർ 27-ന് കൂടുതൽ NSG കമാൻഡോസ് ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് എത്തി. അങ്ങനെ കടുത്ത പോരാട്ടത്തിന് ഒടുവിൽ മുംബൈ ട്രൈഡന്റ് ഹോട്ടലിലെയും നരിമാൻ ഹൗസിലെയും ഭീകരരെ വധിച്ചതിന് ശേഷം അവിടെ ബന്ദിയാക്കപ്പെട്ടിരുന്ന എല്ലാവരെയും സൈന്യം മോചിപ്പിച്ചു. അപ്പോഴും മുംബൈ താജ് ഹോട്ടലിൽ ഒരു ഭീകരൻ അവസാനം അവശേഷിക്കുന്നുണ്ടായിരുന്നു. നവംബർ 28-ന് അവസാനത്തെ ഭീകരനെയും വധിച്ചതിന് ശേഷം NSG ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ അവിടെ അവസാനിപ്പിച്ചു. മുംബൈ ഭീകരാക്രമണം നമ്മളെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. NIA അന്വേഷണത്തിലും അതുപോലെ തന്നെ മുംബൈ പോലീസിന്റെയൊക്കെ അതുപോലെ തന്നെ സൈന്യത്തിന്റെയൊക്കെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത് ഇവർക്ക് ഇങ്ങനൊരു ആക്രമണം നടത്താൻ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നേരെ ഇപ്പോൾ ഉണ്ടാകുന്ന ഓരോ ആക്രമണങ്ങൾക്കും നമ്മുടെ രാജ്യത്തെ സൈന്യം ശക്തമായിട്ടുള്ള തിരിച്ചടികൾ നൽകാറുണ്ട്. പക്ഷെ അന്ന് ഇന്ത്യയുടെ വാണിജ്യ നഗരത്തിൽ ഇത്രത്തോളം വലിയൊരു ആക്രമണം നടന്നിട്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് യാതൊരു തിരിച്ചടിയും അന്ന് ഉണ്ടായിരുന്നില്ല. അത് ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും അത് വളരെയധികം നിരാശ ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. 160ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും 300-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത ഈ ഒരു മുംബൈ ഭീകരാക്രമണത്തിൽ ഈ ഭീകരവാദികളെ നേരിടുന്നതിന് ഇടയിൽ നമുക്ക് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ച ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരും സൈനികരും ഉണ്ട്. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് ഈ ഒരു അവസരത്തിൽ സ്മരണയോടുകൂടി തന്നെ ഓർക്കാം. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.